ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഫ്രൂട്ട് സലാഡിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. പക്ഷേ ഇത് ഞാൻ കസ്റ്റാർഡ് പൗഡർ വെച്ചല്ല ചെയ്യുന്നത്, നമ്മൾ വീട്ടിലുള്ള ചേരുവകൾ ചെയ്തിട്ടാണ് ചെയ്യുന്നത്. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഫ്രൂട്ട് സലാഡാണ്, നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ് കേട്ടോ. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കണമെന്നൊക്കെ നമുക്കൊന്ന് നോക്കാം. ഇതിന് വേണ്ടിയിട്ട് ഇപ്പോൾ 1/2 കപ്പ് മിൽക്ക് ഞാൻ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് കോൺഫ്ലവർ ആണ്. ഞാൻ കോൺഫ്ലവർ വെച്ചിട്ടാണ് ഇത് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് 2.5 ടീസ്പൂണാണ്. അപ്പോൾ 2.5 ടീസ്പൂൺ കോൺഫ്ലവർ ഈ 1/2 കപ്പ് മിൽക്കിലേക്ക് ഇട്ടിട്ട് നല്ലതുപോലെ കട്ടയില്ലാതെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ അത് ഞാൻ കട്ടയില്ലാതെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിന് വേണ്ടത് 500 ml മിൽക്കാണ്. അപ്പോൾ 500 ml മിൽക്ക് 1/4 കപ്പിൽ 2.5 ടീസ്പൂൺ കോൺഫ്ലവർ കലക്കിയതാണ് കേട്ടോ വേണ്ടത്. അപ്പോൾ കറക്റ്റായിരിക്കണം മെഷർമെൻറ്റ്, തെറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ ശരിയാവില്ല. അപ്പോൾ ഞാനത് 2 കപ്പ് മിൽക്കാണ്, 250 ml കപ്പിന് 2 കപ്പ് മിൽക്കാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇത് നമുക്കൊന്ന് തിളപ്പിക്കാൻ വേണ്ടിയിട്ട് വെക്കണം. അപ്പോൾ ഇതിലേക്ക് ഞാൻ ആവശ്യത്തിനുള്ള ഷുഗർ ഇട്ട് കൊടുക്കുകയാണ്. നമുക്ക് കസ്റ്റാർഡൊക്കെ ഉണ്ടാകും, നല്ല മധുരം വേണം, എങ്കിലേ അത് ടേസ്റ്റ് ഉണ്ടാകുള്ളൂ കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഇതിലേക്ക് അത്യാവശ്യം മധുരം തന്നെ ചേർക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എത്ര മധുരം ആവശ്യമാണോ അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. പിന്നെ ഇതിൻ്റെ ഫ്ലേവർ വേണ്ടിയിട്ട് ഞാൻ വാനില എസൻസ് ആണ് ഒഴിച്ച് കൊടുക്കുന്നത്. അപ്പോൾ 1 ടീസ്പൂൺ വാനില എസൻസ് ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി നമ്മൾ ഈ മിൽക്കൊന്ന് നല്ലതുപോലെ ചൂടായി വരുമ്പോഴാണ് നമ്മൾ ഈ കൂട്ടുണ്ടല്ലോ, നമ്മൾ നേരത്തെ കലക്കി വെച്ചിട്ടുള്ള കോൺഫ്ലവറിൻ്റെ കൂട്ട്, അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ നമ്മൾ മിൽക്ക് അത്യാവശ്യം നല്ലതുപോലെ ചൂടായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ മിക്സ് ഒഴിച്ചു കൊടുക്കുകയാണ്. ഈ മിക്സ് ഒഴിച്ച് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ പെട്ടെന്ന് തന്നെ ഇളക്കി കൊടുക്കണം കേട്ടോ. കൈയെടുക്കാതെ ഇളക്കണം, കാരണം പെട്ടെന്ന് കട്ട പിടിച്ച് പോകും, അടി പിടിക്കാനൊക്കെ സാധ്യതയുണ്ട്. അപ്പോൾ അത് തന്നെ മിക്സ് ചെയ്യുമ്പോൾ തന്നെ നമ്മൾ ഇളക്കിക്കൊണ്ടേ ഇരിക്കണം. പിന്നെ പെട്ടെന്ന് തന്നെ കുറുകി വരും കേട്ടോ, തിക്കായിട്ട് വരും. ഒരു മിനിറ്റൊക്കെ മതി. പിന്നെ ഇപ്പം തന്നെ ഇത് കുറുകി വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി അതിൻ്റെ ഒരു കളർ കിട്ടാൻ വേണ്ടിയിട്ടും ഒരു ഫ്ലേവറിനും വേണ്ടിയിട്ട് ബദാമിൻ്റെ മിക്സാണ് യൂസ് ചെയ്യുന്നത്. അല്ലെങ്കിൽ നമുക്ക് ഇതില്ലാത്തവരെന്ത് ചെയ്യുക, ഫുഡ് കളറിൻ്റെ യെല്ലോ ഫുഡ് കളർ ഒരു ഇത്തിരി ഒഴിച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് ആ യെല്ലോ കളർ കിട്ടുകയും ചെയ്യും. അപ്പോൾ നമ്മൾ കസ്റ്റാർഡ് വെച്ച് ചെയ്യുന്ന അതേപോലെ തന്നെയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഈ ബദാം മിക്സ് ഒഴിച്ച് കൊടുക്കുമ്പോൾ ഒന്നും കൂടി ഒരു ടേസ്റ്റ് കൂടുകയും ചെയ്യും, നല്ലൊരു കളറുമാണ്, നല്ലൊരു ഫ്ലേവറും ഒക്കെയാണ് കേട്ടോ. അപ്പോൾ ഇതുണ്ടെങ്കിൽ എല്ലാവരും ഇത് തന്നെ യൂസ് ചെയ്യാൻ നോക്കുക. അപ്പോൾ നമ്മൾ കസ്റ്റാർഡ് പൗഡർ വെച്ച് ചെയ്യണമെങ്കിൽ ആ ടേസ്റ്റ് കിട്ടും. ഇപ്പോൾ നല്ലതുപോലെ തിളച്ച് വന്നിട്ടുണ്ട്. ഇതാണ് ഇതിൻ്റെ പരുവം. ഇത് തിളച്ച് വന്നാൽ പിന്നെ നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്യണം. ഇനി നമുക്കിതിൻ്റെ ചൂടൊക്കെ പോകാൻ വേണ്ടിയിട്ടൊന്ന് വെയിറ്റ് ചെയ്യുക. ഇപ്പോൾ ഒരു കറക്റ്റ് പരിവായി വന്നിട്ടുണ്ട്, അത്യാവശ്യം കുറുകലൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതിലേക്ക് മാക്സിമം തന്നെ ഫ്രൂട്ട്സ് എത്ര ഉണ്ടോ അതൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിതിലേക്ക് 2 ഉറുമാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൽ ഞാൻ കുറച്ചവിടെ വെച്ചിട്ട് ബാക്കി മുഴുവൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ ഇതിലേക്ക് എടുത്തിട്ടുള്ളത് പഴമാണ്. അപ്പോൾ നേന്ത്രപ്പഴമാണിത്, ഒരു പഴമുണ്ട്, അതും ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്താണ്. പിന്നെ ഇതിലേക്ക് എടുത്തിട്ടുള്ളത് മുന്തിരിയാണ്. നമ്മുടെ കയ്യിലുള്ള ഫ്രൂട്ട്സൊക്കെ നമുക്ക് ആഡ് ചെയ്യാം, ഏത് ഫ്രൂട്ട്സ് ആണെങ്കിലും ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഈ ഫ്രൂട്ട്സ് കഴിക്കാത്ത മക്കളെയൊക്കെ നമുക്ക് ഇതുപോലെ ഉണ്ടാക്കി കൊടുത്തിട്ട് കഴിപ്പിക്കാം. പിന്നെ ഇതൊരു പച്ചമുന്തിരിയാണ്, അത് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിലുള്ളത് ഇതിൽ മക്കളൊന്ന് എടുത്തിട്ടതാണ്. ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് പൈനാപ്പിളാണ്. ഇതൊക്കെ എൻ്റെ മക്കളാണ് കേട്ടോ കട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതെല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഞാൻ ഇതിലേക്ക് വത്തക്ക ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഒരു 2-3 ടീസ്പൂൺ വത്തക്കയും കൂടി ചെറുതായിട്ട് അരിഞ്ഞത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ കാണാൻ നല്ലൊരു കളർഫുള്ളാണ്. വത്തക്കയോടും ചെന്നപ്പോഴും എല്ലാത്തും പാടെ ഫ്രൂട്ട്സിൻ്റെ കളർ വെക്കുമ്പോൾ നല്ലൊരു കളർഫുൾ, നല്ലൊരു ടേസ്റ്റുമാണ് കേട്ടോ കഴിക്കാൻ. ഇനി ഇത് നമുക്കൊന്ന് ഫ്രിഡ്ജിൽ വെച്ച് സെറ്റാക്കി എടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു ബൗൾ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഞാനിത് മാറ്റിയാണ് ഒരു 2 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചിട്ട് നല്ലതുപോലെ സെറ്റ് ചെയ്തെടുക്കണം കേട്ടോ.
അപ്പോൾ ഇപ്പോൾ നമ്മൾ ഇട്ട് കൊടുക്കുമ്പോൾ ഒരു ഇത്തിരി ലൂസായിട്ടാണ്, പക്ഷേ ഇത് ഫ്രിഡ്ജിൽ വെച്ച് സെറ്റായി വരുമ്പോൾ നല്ല കട്ടയായിട്ടാണ് വരിക. നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ കഴിക്കാൻ നല്ല തണുത്തിട്ട് കഴിക്കുമ്പോൾ തന്നെ ഒരു ടേസ്റ്റല്ലേ. അപ്പോൾ ഇത് മൊത്തം ഞാൻ ഇതിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇനി ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിട്ടൊന്ന് സെറ്റാക്കി എടുക്കുകയാണ് കേട്ടോ. ഇനി ഇതിൻ്റെ മുകളിൽ നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുണ്ട് അതിന് ഉറുമാനം ഇട്ടിട്ടൊന്ന് ഗാർണിഷ് ചെയ്ത് കൊടുക്കുകയാണ്. അങ്ങനെ ചെയ്യുമ്പോൾ കാണാനൊക്കെ ഒരു നല്ല ഭംഗിയാണ്. നമുക്ക് നോമ്പ് തുറക്കുന്ന ടൈമിൽ ഇഫ്താറിന് പാർട്ടികൾക്കൊക്കെ ഉണ്ടാക്കി വെക്കാൻ പറ്റുന്ന ഒരു സലാഡാണ് കേട്ടോ അത്. പെട്ടെന്ന് തന്നെ ഉണ്ടാക്കുകയും ചെയ്യാം, നല്ലൊരു ടേസ്റ്റുമാണ്. അപ്പോൾ കസ്റ്റാർഡ് പൗഡർ ഇല്ലെങ്കിൽ നമ്മൾ വീട്ടിലുള്ള സാധനം വെച്ചിട്ട് നമുക്ക് ചെയ്യാം. അപ്പോൾ നമ്മുടെ മക്കൾക്കൊക്കെ ഇതുപോലെ ഉണ്ടാക്കി കൊടുക്കുകയും ചെയ്യാം. അപ്പോൾ ഇത് ഞാൻ ഫ്രിഡ്ജിലേക്ക് മാറ്റിയാണ്. ഞാൻ 2 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് ഞാൻ ഇത് എടുക്കുന്നത്. അപ്പോൾ നോമ്പ് തുറക്കുന്ന ടൈമായിരുന്നു. അപ്പോൾ എനിക്കത് എടുക്കുന്നത് കാണിച്ചു തരാൻ കഴിഞ്ഞിട്ടില്ല. പക്ഷെ നല്ല സെറ്റായിട്ട് തന്നെ കിട്ടിയിരുന്നു കേട്ടോ. നല്ലൊരു ടേസ്റ്റും ഫ്ലേവറൊക്കെയാണ്. അപ്പോൾ ഇതുവരെ ഇങ്ങനെ ഉണ്ടാക്കാത്തവരൊക്കെ ഒന്ന് ഇതുപോലെ ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് ഉണ്ടാക്കുക. എന്നിട്ട് എനിക്ക് ഫീഡ്ബാക്കൊക്കെ ഒന്ന് അറിയിക്കണം കേട്ടോ, എങ്ങനെ ഉണ്ടായിരുന്നു എന്നൊക്കെ ഒന്ന്. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതാണ്. അതുവരേക്കും അസ്സലാമു അലൈക്കും.